ഹലോ, അപ്പോൾ എല്ലാവർക്കും കിൽവിച്ചാൻ്റെ പാചകപ്രിയയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കിട്ടുന്ന പൈനാപ്പിളിനെ ഒന്ന് പൂ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. മുള്ളൊക്കെ മാറ്റിയിട്ട് നമ്മളെ മക്കളൊക്കെ സാധാരണ കഴിക്കാൻ പാകത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സാധാരണ ഒരു മീഡിയം ടൈപ്പിൽ മുഴുത്ത ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ആ മുള്ളൊക്കെ മാറ്റിയിട്ട് എടുക്കണം. സാധാരണ കുഞ്ഞുങ്ങൾ കഴിക്കാനായിട്ട് മടിക്കുന്നത് അതിനകത്ത് മുള്ള് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മുള്ളൊക്കെ മാറ്റിയിട്ട് ഇത്തിരി സ്റ്റൈലായിട്ട് പൂ പോലെയൊക്കെ ഒരു ഫ്രൂട്ട് ആർട്ടൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ പൈനാപ്പിളിൻ്റെ മൂട് ഭാഗം ഒന്ന് നമ്മൾ ഇതേ കണക്ക് തന്നെ കട്ട് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറം ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് മാറ്റുക. മുള്ള് നമുക്ക് പിന്നെ മാറ്റാവുന്നതാണ്. അപ്പോൾ അത് പുറം തോല് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ഇതുപോലെ ചുറ്റും ഒന്ന് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് ഏകദേശം ഇത് കണക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും കണ്ടില്ലേ ഈ മുള്ള് തെളിഞ്ഞിരിക്കുന്നത്. ഈ മുള്ള് മക്കളുടെയൊക്കെ നാവിന് കൊള്ളുമ്പോഴാണ് ഇത് അവർ കഴിക്കാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്ത് ലെയറായിട്ട് കട്ട് ചെയ്ത് നമുക്ക് പൂ പോലെ ആക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇത് കണ്ടില്ല, ഇതാണ് ലെയർ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലെയറായിട്ട് കിട്ടും, ഒരു ലൈനായിട്ടങ്ങ് കിട്ടും. അതിന് അതേ രീതിയിൽ തന്നെ നമ്മൾ അപ്പുറവും ഇപ്പുറവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിന് ഇതേ കണക്കിന് ആ മുള്ളിനെ അങ്ങ് എടുക്കാൻ പറ്റും. ഒപ്പം ഇതിങ്ങനെ ഒരു ലൈനായിട്ട് ഒരു ലെയറായിട്ട് അങ്ങ് മാറുകയും ചെയ്യും. ഇതൊരു ഡിസൈനായി മാറും. ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. ഇതേ കണക്കിന് എല്ലാ ലൈനും ഇതേ കണക്കിന് ലെയറായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഒരു അടിപൊളി ഡിസൈനും ആവും. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഡിസൈനും കിട്ടും. ഇങ്ങനെ ചുറ്റും ഒന്ന് ചെയ്തെടുക്കുക. ഇതൊന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല സ്പീഡുണ്ടാവും. അന്നേരം ഒരു മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ ചെയ്തിട്ട് തീന്മേശയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു അപ്രോച്ച് കിട്ടും. കണ്ടല്ലേ, ഇതിപ്പോൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് സാധനം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ സാധാരണ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന കണക്ക് തന്നെ കട്ടിങ് ബോർഡിലോ പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് അതിനെ പീസാക്കി മാറ്റുമ്പോഴേക്കും നമുക്ക് കിട്ടും. ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ്. കണ്ടല്ലേ, നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണക്കാണ് എല്ലാ ഭാഗവും ഇതിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ പാത്രത്തിൽ ഇതേ കണക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുപോലെ വീട്ടിൽ നമുക്ക് പൈനാപ്പിൾ കിട്ടുമ്പോഴേക്കും എടുത്തിട്ട് അതിന് ഇതേ കണക്കിന് മുള്ളൊക്കെ മാറ്റി ലെയറായിട്ട് കട്ട് ചെയ്ത് ഒരു ഫ്രൂട്ട് ആർട്ട് ചെയ്ത് ഇതേ കണക്കൊന്ന് ആക്കിയെടുക്കുക. തീന്മേശയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റുള്ള വിഭവങ്ങൾ കൂടെ ഇരിക്കുമ്പോഴേക്കും നല്ലൊരു സ്റ്റൈൽ ആൻഡ് ഫ്രൂട്ടായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിയാൽ നമുക്ക് തുടർന്നുള്ള വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.